ഈശോയിലേറ്റ് സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 33-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നാവ് എന്ന് പറയുന്നത്. ആ നാവിനെ കുറിച്ച് ഏതാനും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിക്കുക. നാവ് തീയാണെന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന പല കാര്യങ്ങളും അത് പലതിനെയും നശിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് എന്നത് നമുക്ക് ഓർക്കണം. ഒരാളുടെ സൽപ്പേരിനെ നശിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരാളുടെ കുറ്റം കാണുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു അവസ്ഥയൊക്കെ കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ അത് സത്യമല്ലെങ്കിൽ കൂടി നമുക്കറിയാം അയാളുടെ സൽപ്പേരിനെ കളങ്കം വരുത്താനായിട്ട് സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്ക് നോക്കാൻ പോകുക, അതൊക്കെ അന്വേഷിച്ച് നടക്കുന്ന അവസ്ഥ, അത് പറഞ്ഞു വരുത്തുന്ന അവസ്ഥ, ഒരാളുടെ സൽപ്പേരിനെ തകർക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ തേജോവധം ചെയ്യുന്ന, അല്ലെങ്കിൽ കൊലപാതകം എന്ന പാപത്തിന് തുല്യം തന്നെയാണത്. പ്രിയമുള്ളവരെ, ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നിഷ്പ്രയോജനകരമായ മുറുമുറുപ്പിൽ പെടരുത്. വെറുതെ ഇങ്ങനെ മുറുമുറുത്തു കൊണ്ടിരിക്കരുത്. അതേപോലെ പരദൂഷണം പറയരുത്. മറ്റുള്ളവരെ കുറിച്ച് തെറ്റായത് ഒന്നും, ഇനി ശരിയാണെങ്കിൽ കൂടി, ആരുടെയും കുറ്റങ്ങൾ പറഞ്ഞ് പരത്താനായിട്ട് ഇടയാകരുത് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 21:28 ഇങ്ങനെ പറയുക: പരദൂഷകൻ തന്നെ മലിനനാക്കുന്നു. അതായത് പരദൂഷണം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ തിന്മ നിറയാം, മലിനമാവുകയാണ്. അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. അങ്ങനെ പറഞ്ഞു നടക്കുന്നവരെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുന്ന ആളെ മറ്റുള്ളവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുകയുണ്ടാവുകയില്ല. പ്രഭാഷകൻ 28:13 ഇങ്ങനെ പറയുന്നുണ്ട്: പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണെന്ന് പറയാം. പ്രിയമുള്ളവരെ, അപ്പോൾ ഓർക്കണം, ആ പാപത്തിന്റെ അവസ്ഥ, നാവുകൊണ്ട് ചെയ്യുന്ന പാപത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശപിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ശപിക്കപ്പെട്ടവളാണ് എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ പരദൂഷണം പറയുന്ന, കുറ്റങ്ങൾ കാണുന്ന, കുറ്റങ്ങൾ പറയുന്ന അവസ്ഥയുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് ഈ ഒരു അവസ്ഥയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ ഒരു അവസ്ഥയെ എടുത്തു മാറ്റണമെന്ന് ഇന്ന ദിവസം ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 6-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: പരദൂഷകർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പ്രിയമുള്ളവരെ, അപ്പോൾ ഓർക്കുക, എത്ര വലിയ തിന്മയാണ് നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന്. ഇനി യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാം തിരുവചനത്തില് ഇങ്ങനെ പറയുന്നുണ്ട്: ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു, മറ്റുള്ളവരെ, സഹോദരങ്ങളെ ശപിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങളെ കുറ്റം പറയുകയും ചെയ്യുന്നു. തുടർന്ന് യാക്കോബ് ശ്ലീഹ ഇങ്ങനെ പറയുകയാണ് 10-ാം തിരുവചനത്തില്: ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എന്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ മനസ്സിലാക്കുക, ചിന്തിക്കുക. നമ്മൾ ഈ കേട്ട വചനങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ പരദൂഷണം പറയുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ കൊലപാതകം ചെയ്യുകയാണ്, മറ്റുള്ളവരുടെ പേരിനെ മോശമാക്കുകയാണ്, സൽപ്പേര് കളങ്കപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു വചനം പറയുന്നു. വചനം സത്യമാണെന്ന് നമുക്കറിയാം, വചനം ദൈവമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഈ നോമ്പ് കാലഘട്ടം മുതൽ നമുക്കതിനെയൊക്കെ ഒന്ന് മാറ്റിവെക്കാനായിട്ട് പരിശ്രമിക്കാം. നല്ല ഈശോ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കട്ടെ, നമ്മുടെ നാവിനെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ നാവിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും മാത്രം പുറപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.